ചെറുകഥ ശ്വാനാസനം. എഴുതിയത് പ്രേംരാജ് KK. എടോ മച്ചാനെ, ഞാൻ കെനിയയിലും ഉഗാണ്ടയിലും വരെ പോയി ഫോട്ടോ എടുത്തിട്ടുണ്ട്. പിന്നെയാണ് ഈ ചുളുക്ക് കേസ്. അയാൾ ഫോണിലൂടെ പറയുന്നത് അടുത്ത അപ്പാർട്ട്മെന്റിലുള്ളവർക്ക് പോലും നന്നായി കേൾക്കാം. അയാൾ തുടർന്നു, നിനക്കൊക്കെ എന്നെ വിലയില്ലാതുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഫോട്ടോ പ്രദർശനം ന്യൂജേഴ്സിയിൽ നടത്തിയപ്പോൾ എത്ര ഫോട്ടോകളാണ് വിറ്റതെന്ന് അറിയാമോ? മറുവശത്തുള്ള ആൾ എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കാതെ അയാൾ സംഭാഷണം തുടർന്നു. ഇവിടെ നിന്നും എടുത്ത ഫോട്ടോകളാണ് അയാൾ അവിടെ വിൽക്കുക. ഫോട്ടോ എൻലാർജ് ചെയ്ത് പ്രിന്റ് എടുക്കും, അതിൽ ഭംഗിയായി ഫ്രെയിം ചെയ്യും. അങ്ങനെയാണ് ഫോട്ടോ പ്രദർശനത്തിന് ഫോട്ടോകൾ ഒരുക്കാറ്. ഒരു പ്രദർശനത്തിൽ 15-20 ഫോട്ടോകൾ മാത്രം. ഓരോ പ്രാവശ്യവും ഓരോ തീം അടിസ്ഥാനമാക്കിയാണ് ഫോട്ടോകൾ തിരഞ്ഞെടുക്കുക. കഴിഞ്ഞ പ്രാവശ്യം ന്യൂജേഴ്സിയിൽ വെള്ളം അഥവാ അക്വ അടിസ്ഥാനമാക്കിയാണ് തീം ഉണ്ടായിരുന്നത്. ഇവിടുത്തെ തോണികൾ, ബോട്ടുകൾ, കൊതുമ്പ് വെള്ളം, വള്ളംകളിക്ക് ഉപയോഗിക്കുന്ന വെള്ളം, ഒരിറ്റു വെള്ളം വീഴുമ്പോൾ ഒരു പ്രാണി കുടിക്കുന്ന ഫോട്ടോ, വേനലിൽ മൃഗങ്ങൾ വെള്ളം കുടിക്കുന്ന ഫോട്ടോ, വേനലിൽ ഒരു കർഷകന്റെ മുഖത്തേക്ക് ആദ്യ മഴത്തുള്ളി വീഴുന്ന ഫോട്ടോ, അങ്ങനെ പല ഫോട്ടോകൾ എല്ലാം ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും എടുത്തവയാണ്. അവയ്ക്കാണ് അവിടെ ആവശ്യക്കാർ. ഒരു പ്രദർശനം നടത്തിയാൽ എല്ലാ ചിലവും കഴിച്ച് ഒരു തുക കയ്യിലുണ്ടാകും. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിലെ ഒരു ഹോട്ടലിന് വേണ്ടി കുറെ ഫോട്ടോകൾ എടുത്തിരുന്നു. എല്ലാം ഭക്ഷണവുമായി ബന്ധപ്പെട്ടവ. കേരളത്തിലെ ഒരു റിസോർട്ടിന് വേണ്ടി കുറെ ഫോട്ടോകൾ നൽകുകയുണ്ടായി. പക്ഷെ ആ റിസോർട്ട് പ്രോജക്റ്റ് തന്നെ നിന്നുപോവുകയാണ് ഉണ്ടായത്. അയാൾക്ക് ഇന്ന് ക്യാമറ തന്നെ വേണമെന്നില്ല. ഏത് ക്യാമറയും ഭംഗിയായി കൈകാര്യം ചെയ്യും. അയാളുടെ കയ്യിൽ ക്യാമറകൾ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ കൊഞ്ചും. അയാൾ മറിച്ചും അങ്ങനെയാണ്. അതിനോടൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കും. ചിലർ പറയാറുണ്ട്, ഫോട്ടോ എടുക്കുമ്പോൾ ക്യാമറയിലെ സെറ്റിംഗ് മാറ്റുന്നത് ക്യാമറ പോലും അറിയാറില്ല എന്ന്. അത്ര വേഗത്തിലും ലാളിത്യത്തിലും അയാൾ ക്യാമറ കൈകാര്യം ചെയ്യും. എന്നും രാവിലെ അയാൾ ക്യാമറയുമായി പുറത്തേക്കിറങ്ങും. ഒരു നടത്തമാകും. ക്യാമറയ്ക്ക് ഭക്ഷണവും കിട്ടും. ഭക്ഷണം എന്ന് ഉദ്ദേശിച്ചത് കാഴ്ചകൾ ആണെന്നറിയാമല്ലോ. അയാൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ താഴെ സ്ഥിരമായി ഒരു ഇസ്തിരിക്കാരൻ തള്ളുവണ്ടിയുമായി വന്ന് അടുത്തുള്ള ആൾക്കാരുടെ തുണിയൊക്കെ ഇസ്തിരിയിട്ട് കൊടുക്കുമായിരുന്നു. മരക്കരിയും ചിരട്ടക്കരിയും അയാൾ ഉപയോഗിക്കാറുണ്ട്. 4 ചക്രമുള്ള ആ തള്ളുവണ്ടി ആ മതിലിനോട് ചേർത്ത് വയ്ക്കും. മതിലിന് അഭിമുഖമായി നിന്നുകൊണ്ടാണ് അയാൾ ജോലി ചെയ്യാറ്. എന്നും രാവിലെ വണ്ടിയുടെ അടുത്ത് തന്നെ വിറകോ ചിരട്ടയോ കത്തിച്ച് കരിയുണ്ടാക്കും. രാവിലെ കുറച്ചു നേരത്തേക്കെങ്കിലും അയാളുടെ മകളും കൂടെ ഉണ്ടാകാറുണ്ട്. 8-9 വയസ്സ് കാണും. ഒരു സുന്ദരിക്കുട്ടി. അടുത്തെങ്ങും ഇങ്ങനെ ഒരു സുന്ദരിക്കുട്ടിയെ കണ്ടിട്ടേയില്ല. സൗന്ദര്യം മനസ്സിലാണല്ലോ. അവളുടെ കുറച്ച് ഫോട്ടോ എടുക്കണമെന്ന് ഒരു ദിവസം അയാൾ ആ കുട്ടിയോട് പറയുകയുണ്ടായി. അവൾ സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ ഇതുവരെയും അങ്ങനെ നടന്നിട്ടില്ല. സ്കൂൾ അവധി ദിവസങ്ങളിൽ അവൾ കൂടുതൽ സമയം അച്ഛനെ സഹായിക്കാറുണ്ട്. ഈ കുട്ടി ഓരോ വീടുകളിലും പോയി തുണി വാങ്ങിക്കൊണ്ടുവരും. എന്നിട്ട് അവൾ അച്ഛന് കൊടുക്കും. ഓരോ തുണിയും എവിടുന്ന് കൊണ്ടുവന്നു, ആരുടേതാണ് എന്നൊക്കെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കാരണം ഇസ്തിരി ഇട്ട് കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടു കൊടുക്കണമല്ലോ. അയാളുടെ വീടിന്റെ ബാൽക്കണിയിൽ നിന്നാൽ കാണാം ആ ഇസ്തിരിക്കാരനെ. അയാൾ തീക്കനൽ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് അവൾ ഇസ്തിരി ഇടാനുള്ള തുണികൾ ശേഖരിച്ചു കൊണ്ടുവരും. എന്നാൽ ചിലപ്പോൾ അവൾ നേരത്തെ വരും. തുണിയൊക്കെ ശേഖരിച്ചു വയ്ക്കും. അവളുടെ അച്ഛൻ വന്ന ഉടനെ എല്ലാം അയാളെ ഏൽപ്പിച്ചു മടങ്ങും. സ്കൂളിലോ മറ്റോ വേഗം പോകേണ്ടത് കൊണ്ടായിരിക്കും അങ്ങനെ ഒരു ദിവസം അവൾ കുറെ നേരത്തെ വന്നു. അപ്പോൾ അയാൾ ക്യാമറയുമായി നടക്കാൻ ഇറങ്ങുന്നു. അവളെ കണ്ടതും അയാൾ വിചാരിച്ചു, ഇപ്പോൾ നല്ല സമയമാണ്, വെയിൽ പരക്കുന്നതേയുള്ളൂ, ഇവരുടെ കുറെ ഫോട്ടോകൾ എടുക്കാം. പിന്നെ റോഡിലും മറ്റും ആളുകളുടെ കുറവും. അവൾ വരുന്നതും കാത്ത് മതിലിനകത്തു തന്നെ ചുറ്റിത്തിരിഞ്ഞു. പെട്ടെന്നൊരു ശബ്ദം. അയാൾ ഗേറ്റിൽ ചെന്ന് നോക്കി. കുറച്ചു ദൂരെ ആ കുട്ടിയെ ഒരു പട്ടി ആക്രമിക്കുന്നു. പെട്ടെന്ന് തന്നെ അയാൾ തന്റെ ക്യാമറയിൽ കുറെ ചിത്രങ്ങൾ എടുത്തു. പല ആംഗിളുകളിലും എടുത്തു. സൂം ചെയ്തും വൈഡായും ഒക്കെ എടുത്തു. കുട്ടിക്ക് കുറെ കടി കിട്ടി. അപ്പോഴേക്കും കുറച്ചാളുകൾ ഓടിക്കൂടി. ചിലർ വടിയുമായി വന്നു പട്ടിയെ അടിച്ചോടിച്ചു. അതിലൊരാൾ കുട്ടിയെ കാറിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ദൂരെ നിന്നും ഇസ്തിരിക്കടക്കാരൻ വരുന്നത് കണ്ടു. അയാൾ ആ ഇസ്തിരിക്കാരന്റെയും ഫോട്ടോകൾ എടുത്തു. അയാൾ കാര്യമെന്തെന്നറിഞ്ഞില്ല. ചിലർ അയാളെ കാര്യമറിയിച്ചു. തള്ളുവണ്ടി വഴിയിൽ ഉപേക്ഷിച്ച് അയാൾ ആ കാർ പോയ വഴിയെ ഓടി. തള്ളുവണ്ടിയുടെയും ഫോട്ടോ എടുത്ത് അയാൾ ക്യാമറയിലെ ഫോട്ടോകൾ ചെക്ക് ചെയ്ത് നോക്കി. കുറച്ചു ദിവസം ആ ഇസ്തിരിക്കാരനും മകളും വന്നില്ല. പിന്നീടൊരു ദിവസം ആ അപ്പാർട്ട്മെന്റിലെ സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞു, ആ കുട്ടി പേർവിഷബാധയേറ്റ് മരിച്ചു എന്ന്. അയാളുടെ കയ്യിലിരുന്ന് ക്യാമറ അറിയാതെ താഴെ വീണു. അയാൾ വീട്ടിലേക്ക് ഓടി. 2-3 പടവുകൾ ചവിട്ടാതെ ഓടി. വാതിൽ തള്ളി തുറന്നു. അതൊരു ഒറ്റമുറി വീടാണ്. ചുമരിൽ മുഴുവനും കടലാസ് കഷ്ണങ്ങൾ ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. എല്ലാം വാർത്തകളാണ്. ചുമരിലെ പെയിന്റ് കാണാനേയില്ല. വാർത്തകൾ കൊണ്ട് ചുമർ നിറഞ്ഞിരിക്കുന്നു.
അതിൽ കാണാം തെരുവ് നായ്ക്കൾ കടിച്ച വാർത്തകൾ, ചിലയിടത്ത് അയാൾ എടുത്ത ഫോട്ടോകൾ. അതിനിടയിൽ കാണാം കുറച്ചു ദിവസം മുമ്പ് അയാൾ എടുത്ത ഫോട്ടോകളും. അയാൾ പറഞ്ഞു, നിനക്ക് കരയാൻ അർഹതയില്ല. കാരണം കുട്ടിയെ പട്ടി കടിക്കുമ്പോൾ അവളെ രക്ഷിക്കാതെ അതിന്റെ ഫോട്ടോ എടുക്കുകയായിരുന്നല്ലോ താൻ. നീ ജീവിക്കരുത്, നിനക്ക് ജീവിക്കാൻ അർഹതയില്ല. അയാൾ വീടിനുള്ളിൽ ചുറ്റി നടന്നു, 4 കാലും. പിന്നെ കുറച്ചുനേരം ഇരുന്നു ശ്വാനാസനത്തിൽ. നാക്കോൽ പുറത്തേക്ക് നീട്ടി ഒരിറ്റു ഉമിനീർ നാക്കിലൂടെ തറയിലേക്ക് ഇറ്റു വീണു. പിന്നെ അയാൾ ആ ഫോട്ടോയിൽ നോക്കി കുരച്ചു, വീണ്ടും കുരച്ചു, വളരെ ഉച്ചത്തിൽ കുരച്ചു. പക്ഷെ ആരും കേട്ടില്ല ആ കുര.